ഭാഗ്യം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഈ സ്ഥലം സന്ദർശിച്ചോ? എന്താണ്? ഞാൻ ഇവിടെ നിന്നാണ് കണ്ടത്. അങ്ങോട്ട് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് നോക്കിക്കാണ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വിവരങ്ങളെല്ലാം കിട്ടിയിരുന്നു. അപ്പോൾ ഏറ്റവും അപകടകരമാണ് സാഹചര്യം. ഇത് സ്വാഭാവികമായും വന്നിട്ടുള്ള ഒന്നല്ല. ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനമെല്ലാം തന്നെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം ഒരു അപകടത്തെ വിളിച്ചു വരുത്തിയതെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ ഗൗരവമായിട്ട് ഇത് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് വീടുകൾ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ സുരക്ഷിത സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവരെ ക്യാമ്പുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവിടെ ക്യാമ്പിൽ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ വീടും അതുപോലെ തന്നെ മറ്റ് സ്വത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം തന്നെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ജിയോളജി ഡിപ്പാർട്ട്മെന്റൊക്കെ നഗരസഭയൊക്കെ പറയുന്നത് ജൂൺ 19, 20 ഡേറ്റുകളിലായിട്ട് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും നഗരസഭയുടെയും നിർമ്മാണ അനുമതി കഴിഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന പാറ പൊട്ടിക്കാനും മണ്ണെടുക്കാനും അനുമതി കൊടുത്തിരുന്നു. അത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് അനധികൃതമാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്വാഭാവികമായി വന്നുള്ള ഒന്നല്ല. ഇതിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ഗവൺമെന്റും അതുപോലെ തന്നെ അധികാരികളും ഇവിടെ അനധികൃതമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇടപെടേണ്ടതും അതിനെ നിർത്തിവെപ്പിക്കേണ്ടതും അതിന് വിധേയമായ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള കർശന നടപടി സ്വീകരിക്കാത്തതിന്റെ ഭാഗമായി അത് ഏത് രീതിയിൽ അത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പം നമ്മുടെ മുമ്പിലില്ല. ഏത് രീതിയിൽ സംഭവിച്ചാലും ശരി അത് ഏറ്റവും ജനങ്ങളുടെ ജീവന് അവരുടെ സ്വത്തിന് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ 18-19 പ്രളയത്തിൽ ഇവിടെ ഇതിന് സമാനമായ ഒരു ഇത്ര ഭീകരമല്ലെങ്കിൽ പോലും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ 2 ദിവസമായി ഈ കാലവർഷം നല്ല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു ജാഗ്രത ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണെടുക്കലും ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സ്വദേശവാസികൾ പറയുന്നത്. ഇതെല്ലാം തന്നെ വളരെ ഗൗരവമായിട്ടാണ് ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും കണ്ട് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത്.